വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഷ്ടമി. നമ്മുടെ എല്ലാ ഗേൾസിന്റെയും ലൈഫിലുള്ള പീരീഡ്സ് എക്സ്പീരിയൻസ്, അതും ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? ചിലരുടെയൊക്കെ ഭയങ്കര ഫണ്ണി സ്റ്റോറീസ് ആയിരിക്കും, അതുപോലെ ഒട്ടുമിക്കവരുടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗും ആയിരിക്കും. പക്ഷെ എന്റേത് മാത്രം അത്ര ഫണ്ണി അല്ല, ഇൻട്രസ്റ്റിംഗും അല്ല. ഞാൻ ചാനൽ തുടങ്ങിയ ടൈമിൽ കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അന്ന് ഞാൻ വിചാരിച്ചു എന്റെ സ്റ്റോറി ഭയങ്കര കേട്ടിരിക്കാനും മാത്രമൊന്നും ഇല്ലല്ലോ, അപ്പൊ ചെയ്യേണ്ടെന്ന്. അതുപോലെ ഈയിടയ്ക്ക് ഞാൻ എന്റെ ഒരു പീരീഡ്സ് ഡേയുടെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലും എനിക്ക് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങ് ചെയ്യാന്ന്. കാര്യം ഇത് നോർമലൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. പക്ഷെ ഇപ്പോഴും കുറച്ച് അറിയാത്ത ആളുകളൊക്കെ ഉണ്ട്. അതായത് കൊച്ചു കുട്ടികൾ, ഇപ്പൊ പീരീഡ്സ് ആവാനായിട്ട് പോകുന്ന കുട്ടികളോ ഒക്കെ ഉണ്ടാവും ഇതിനെ കുറിച്ചിട്ട് വലിയ കാര്യമായിട്ട് അറിയാത്ത. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്യാം. കുറെ വൈറ്റൽസ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ സ്റ്റോറിയിലോട്ട് പോകാം. ഞാൻ എന്റെ 7th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള സ്റ്റോറി പറയാം. പക്ഷെ സംഭവം നടക്കുന്നത് ഞാൻ 9th ആയപ്പോഴാണ്. പിന്നെ ഇതിനാ 7ലെ 8ലെ 9ലെ സ്റ്റോറി പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് 3 പ്രാവശ്യം പീരീഡ്സ് ആയിട്ടില്ല. പക്ഷെ അവിടെ തൊട്ട് പറഞ്ഞു തുടങ്ങിയാലും ഒരു ഫ്ലോ ഉള്ളൂ. അപ്പൊ നമുക്ക് 7ാം ക്ലാസ്സിലേക്ക് പോവാം. അന്ന് എനിക്ക് 12 വയസ്സ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഏജൊക്കെ ആകുമ്പോഴേക്കും ഏറെക്കുറെ ഗേൾസിനൊക്കെ പീരീഡ്സ് ആവാറുണ്ട്. പക്ഷെ എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല. അപ്പൊ 7th പഠിക്കുമ്പോഴേ എന്റെ ക്ലാസ്സിലുള്ള ഏകദേശം എല്ലാവർക്കും പീരീഡ്സ് ആയിട്ടുണ്ട് ഗേൾസിന്. അപ്പൊ എനിക്ക് മാത്രം ആയിട്ടില്ല. എനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ച് കാര്യമായിട്ട് അങ്ങനെ അറിയുകയും ചെയ്യില്ല. അപ്പൊ ക്ലാസ്സിലിരുന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. എടി നിനക്ക് പീരീഡ്സ് ആയോ, എന്നാണ് ആയത്, എന്തൊക്കെ കിട്ടി, അങ്ങനെയൊക്കെ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ് ഇതിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടൊക്കെ കൂടുതലായിട്ട് അറിയുന്നത്. അതായത് പീരീഡ്സ് ആവുമ്പോൾ നമുക്ക് കുറെ സ്വീറ്റ്സ് ഒക്കെ, ഇങ്ങനെ പലഹാരങ്ങളൊക്കെ കിട്ടും, കുറെ ഗോൾഡ് കിട്ടും, പിന്നെ ഇങ്ങനെ ഓരോ പെയിന് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരും എന്നൊക്കെ. അപ്പൊ മിക്കപ്പോഴും എല്ലാവരും ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഇതൊരു പീരീഡ്സ് ആവാത്തോണ്ട് ആരും എന്നോട് കാര്യമായിട്ടൊന്നും തുറന്നു പറയുന്നില്ല. പിന്നെ എനിക്കും പീരീഡ്സ് ആവണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അധികമായിട്ടൊക്കെ ചോദിക്കാനും പോവാറില്ലായിരുന്നു, ഇതെങ്ങനെയാണ് സംഭവം, എങ്ങനെയാണ്, അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ അവിടെ 8ലേക്ക് വന്നു. 8ൽ വന്നപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും പീരീഡ്സ് ആയി. അപ്പോഴും ഞാൻ ഒരുത്തി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് പീരീഡ്സ് ആവണമെന്നും ഇല്ല, വേണ്ടാന്നും ഇല്ല. അപ്പൊ എന്താണെങ്കിലും എനിക്ക് ഓക്കെയാണ്. അങ്ങനെ 8ലായപ്പോ എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ തുടങ്ങി. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികളൊക്കെ ക്ലാസ് വെച്ചിട്ട് തന്നെ പീരീഡ്സ് ആകുമ്പോഴേക്കും അവരുടെ പേരൻസ് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതും അവർക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നതും അങ്ങനെയൊക്കെ. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കായിരുന്നു, ശരിക്കും ഇങ്ങനെ വയറുവേദനയൊക്കെ ഉണ്ടോ, എന്താണ് സംഭവം എന്നൊക്കെ. അപ്പൊ അവർ പറയും എല്ലാവർക്കും വയറുവേദനയൊന്നുമില്ല, ചിലർക്ക് വയറുവേദന ഉണ്ടാവാറുണ്ട്. പിന്നെ അവർ കാര്യമായിട്ട് പറഞ്ഞു തരാൻ തുടങ്ങി എന്താണ് ഈ സംഭവം എന്നുള്ളത്. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വന്ന ഇൻസിഡന്റ് ഞാൻ പറയാം. അതായത് നമുക്ക് പീരീഡ്സ് ഒക്കെ ആയി കഴിയുമ്പോഴായിരിക്കുമല്ലോ ഫേസിലൊക്കെ കുരുവൊക്കെ വന്ന് തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല, എന്റെ ഫേസിൽ ഇന്ന് വരെ ആക്നിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ എനിക്കത് അറിയില്ല എന്താണ് ഈ ഫീല്. അതായത് കുരുവൊക്കെ വന്നാൽ നമുക്ക് എന്താണ് തോന്നുന്നത്, കുരുവൊക്കെ വരുമ്പോ വേദന ഉണ്ടാവോ, അങ്ങനെയൊക്കെ. പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ അമ്മയുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നോർമൽ ആയിട്ടുള്ള സ്കിൻ, അതിലങ്ങനെ കുരു ഒന്നും വരില്ല. അപ്പൊ ഞാൻ ശരിക്കും ഇത് വന്ന് കണ്ടിട്ടില്ല. അപ്പൊ ക്ലാസ്സിൽ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവളോട് വേണ്ടി ചോദിച്ചു, പിന്നെ നമ്മളന്ന് സ്കൂളിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡേ എന്നാണ് വിളിക്കുന്നത്, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ശീലിച്ചിട്ട് ഞാൻ എന്റെ വീട്ടില് അമ്മയും അമ്മൂമ്മ എല്ലാവരും ഞാൻ ഡേ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അവളോട് വേണ്ടി ചോദിച്ചു, ഡേ ഇങ്ങനെ സ്കിന്നിൽ കുരുവൊക്കെ വരുമ്പോ എന്താ തോന്നുന്നത്, വേദന ഉണ്ടോ, ഇറിറ്റേഷൻ ഉണ്ടോ, അങ്ങനെയൊക്കെ. അഹങ്കാരം പിടിച്ചൊരു കൊച്ചു, എന്തിനാണ് ഞാൻ അന്ന് പോയി അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു സത്യം പറഞ്ഞത്. കാരണം ഇത് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, എനിക്ക് അറിയാവുന്നവരിലും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഇത് വരുമ്പം എന്താണ് തോന്നുന്നത്, വേദന ഉണ്ടാവോ, അങ്ങനെയൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഞാൻ പോയിട്ട് ചോദിച്ചത്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, നിനക്കൊന്ന് പീരീഡ്സ് ആയിക്കോട്ടെ, അപ്പൊ നീ പഠിച്ചോളൂ എന്ന്. അങ്ങനെ അന്ന് എനിക്ക് പീരീഡ്സ് ആയതിനു ശേഷം വന്നു തുടങ്ങിയ കുരുവാണ്, ഒരു നിർത്തലും ഇല്ല ഇപ്പൊ. അപ്പൊ നമ്മൾ പറഞ്ഞത് എനിക്ക് എല്ലാരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അതായത് ഈ പലഹാരങ്ങളൊക്കെ കൊണ്ടുവരും, ഒരുപാട് പേര് കാണാൻ വരും, ഗോൾഡ് ഒക്കെ കൊണ്ടുവരും, അങ്ങനെയൊക്കെ. അപ്പൊ അത് കേൾക്കുമ്പം ആ പ്രായത്തിലുള്ള ഒരു കൊച്ചിനെ തോന്നില്ലേ കൊള്ളാലോ പരിപാടി, അങ്ങനെ. പക്ഷെ എനിക്ക് കൊള്ളാലോ പരിപാടിയും തോന്നിയെങ്കിലും എനിക്ക് വേണമെന്നൊന്നും ഇല്ലായിരുന്നേ. അതുപോലെ അത് പറഞ്ഞു തരുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു തന്നെയാണ് നേരത്തെ പറഞ്ഞ അതേ ഫ്രണ്ട്. അവൾ എന്നോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ അമ്മൂമ്മ ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു എന്താ. അവള് പറഞ്ഞു, അമ്മൂമ്മ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ പച്ചമുട്ട കുടിപ്പിക്കും. ഞാൻ പച്ചമുട്ടയോ, അതെന്താ സംഭവം. അപ്പൊ പറഞ്ഞു, പച്ചമുട്ടയിൽ എണ്ണ ഒഴിച്ചിട്ട് കുടിപ്പിക്കും. നമ്മുടെ വീട്ടിൽ അമ്മമാര് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഒഴിയാം, പക്ഷെ അമ്മൂമ്മമാരുണ്ടെങ്കിൽ കുടിപ്പിച്ചേ അടങ്ങത്തുള്ളൂ, ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ ചിന്തിച്ചത് പിന്നെ എന്റെ വീട്ടുകാർ എന്നെ കുടിപ്പിക്കാനോ, അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് സ്കൂളിൽ വെച്ചിട്ടുണ്ടായ കാര്യങ്ങൾ. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നോട് ഇതിനെ കുറിച്ച് കാര്യമായിട്ട് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പൊ അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും ആരും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ കസിൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ചേച്ചിമാരെല്ലാം കുറച്ചുകൂടെ വലുതാണ്. അപ്പൊ അവരാരും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ഞാനായിട്ട് പോയി ചോദിച്ചിട്ടും ഇല്ല. നമ്മുടെ സ്കൂളിലും ഇതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനൊരു CBSE സ്കൂളാണ് പഠിച്ചത്. അവിടെ ആ ഒരു സമയം വരെയും എനിക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകളൊന്നും കിട്ടിയിട്ടില്ല. അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ ഒരു കാര്യം പറയാം, അത് നിങ്ങൾക്ക് ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇതെന്താണ് സംഭവം, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് നല്ലൊരു
എന്താണ് അറിവ് അവർക്ക് കൊടുക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അന്ന് എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ 8ാം ക്ലാസ് പഠിച്ച് 9ാം ക്ലാസ് ആയി. എന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23-നാണ്. അപ്പൊ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ എന്തോ ആയി. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇല്ല, ബോഡിയിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഒന്നും തോന്നുന്നില്ല, വേദനയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോകാനായിട്ട് രാവിലെ എഴുന്നേറ്റു. എനിക്ക് പണ്ട് തൊട്ടേ സ്കൂളിൽ പോവാ കോളേജിൽ പോവാ ഇതൊന്നും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ മൂടില്ലെങ്കിൽ അമ്മയോട് വീട്ടിൽ പറയും, അമ്മ ഇന്ന് ഞാൻ പോകുന്നില്ല കേട്ടോ. അപ്പൊ അമ്മ പറയും ആണോ, ഓക്കെ. അമ്മയ്ക്ക് അത്രയും സന്തോഷമാണ്, കാരണം ചോറും കറിയൊന്നും വെക്കണ്ടല്ലോ. അമ്മ അങ്ങനെ ഫോഴ്സ് ചെയ്ത് എന്നെ സ്കൂളിലൊന്നും പറഞ്ഞു വിടാറില്ലായിരുന്നു. എനിക്ക് പോകണമെങ്കിൽ പോകണ്ട, ഒന്നെങ്കിൽ പോ, പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ അമ്മയ്ക്ക്. അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റു, സ്കൂളിൽ പോകാനായിട്ട് കുളിക്കാനായിട്ട് വാഷ്റൂമിൽ പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്ക് സ്റ്റെയിൻ കണ്ടു. അപ്പൊ ഞാൻ ഓടി. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് അമ്മ ഇങ്ങനെ എന്തോ പുറത്ത് തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഓടി പോയിട്ട് അമ്മ എടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ സ്റ്റെയിൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഓടി വന്നു. എന്നിട്ട് അമ്മ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു എന്തോ ഒരു പാഡ് എന്തോ എടുത്ത് വെച്ച് അമ്മ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. പക്ഷെ അമ്മ എനിക്ക് കാണിച്ചു തന്നില്ല, എങ്ങനെയാണ് ഇത് വെക്കണ്ടേന്നോ ഒന്നും കാണിച്ചു തന്നില്ല. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് വെച്ച് തന്നിട്ട് അമ്മ അങ്ങ് പോയി. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അമ്മ പോയത് എന്തിനാന്ന് വെച്ചാൽ അമ്മമ്മ എടുത്ത് പറയാൻ. അമ്മമ്മയുടെ വീട് നമ്മുടെ വീടിന് തൊട്ടടുത്താണ്. അപ്പൊ അമ്മ പോയിട്ട് അമ്മമ്മയുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് അമ്മമ്മയെ വിളിച്ചിട്ട് വന്നപ്പോഴേക്കും ഒരാൾ അവിടെ നിലത്ത് കിടക്കുന്നു. ഞാനങ്ങ് ഫ്ലോറിൽ വീണു. സംഭവം എന്താന്ന് വെച്ചാൽ എനിക്ക് പണ്ട് തൊട്ടേ ബ്ലഡ് ഉണ്ട്, തല ഇറങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൈയും കാലും ഒക്കെ പരമാവധി മുറിയാതിരിക്കാനായിട്ട് ശ്രമിക്കും. മുറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര പേടിയാണ്, ഈ ബ്ലഡ് ഒക്കെ വരില്ലേ. അപ്പൊ എനിക്ക് തല കറങ്ങും, അത് നിർബന്ധമാണ് തല കറങ്ങുന്നത്. ചിലപ്പോൾ ഞാൻ വൊമിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പേടിയാണ്. പണ്ടൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് ഓടിയ ചരിത്രം വരെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിൽ വാക്സിനേഷൻ ഒക്കെ വരുമ്പോൾ പല കള്ളങ്ങളും പറഞ്ഞിട്ട് ഞാനത് എടുക്കാതിരിക്കായിരുന്നു. അതാണ് ഇതാണ് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് എടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുക്കില്ല. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മ എടുത്ത് പറയും, അമ്മ കഷ്ടമുണ്ടമ്മ, എനിക്ക് എടുക്കേണ്ട പേടിയാന്നൊക്കെ പറയും. എനിക്ക് പേടിയാന്നുള്ളത് കൊണ്ട് തന്നെ അവരെന്നെ ഒന്നും ഫോഴ്സ് ചെയ്തില്ലായിരുന്നു. ഇപ്പൊ ഒരു പനിക്ക് ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ നമ്മ പ്രത്യേകം ഡോക്ടറിനോട് പറയും ഇഞ്ചക്ഷൻ വേണ്ട കേട്ടോ, മരുന്ന് എന്തെങ്കിലും കൊടുത്താൽ മതിയെന്ന്. കാരണം എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണ്. അങ്ങനെ അമ്മമ്മ വീട്ടിലേക്ക് ഒന്ന് നോക്കിയപ്പോഴേക്കും ഞാനങ്ങ് ഫ്ലോറിൽ കിടക്കുവാണ്. കാരണം തല ഇറങ്ങിയിട്ട് അവിടെ അങ്ങ് വീണു. പിന്നെ അമ്മമ്മ ഒന്ന് എഴുന്നേപ്പിച്ചപ്പോഴേക്കും ഞാൻ വൊമിറ്റ് ഒക്കെ ചെയ്തു. കാരണം ഈ ബ്ലഡ് കണ്ടതിന്റെയും പിന്നെ ചിലപ്പോൾ ബോഡിയിലൊക്കെ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റത്തിന്റെ ആവാം. അത് കഴിഞ്ഞായിരുന്നു പച്ചമുട്ടയുടെ വരവ്. ഞാൻ അപ്പൊ അന്ന് എന്റെ ആ ഫ്രണ്ട് പറഞ്ഞത് ഓർത്ത്. അങ്ങനെ അമ്മ ഒരു ഗ്ലാസ്സിൽ പച്ചമുട്ടയും എണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നു. അപ്പൊ ആദ്യം തന്നപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട കുടിക്കില്ലെന്ന്. എന്റെ വീട്ടിൽ എന്നെ അമ്മ എപ്പോഴും ഡാന്നാണ് വിളിക്കാറുള്ളത്. പിന്നെ അമ്മയാണെങ്കിലും മോളേടാ അങ്ങനെയൊക്കെ വിളിക്കാറുള്ളത്. അഷ്ടമി എന്നുള്ള പേര് അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. അപ്പൊ അഷ്ടമി എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ കുറച്ച് ദേഷിച്ച് സംസാരിക്കുമ്പോഴേക്കേ വിളിക്കാറുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മ ഇങ്ങനെ നീട്ടാണ്. ഞാൻ പറഞ്ഞു ഇല്ല കുടിക്കില്ല, അഷ്ടമി മര്യാദക്ക് കുടിച്ചോ, മര്യാദക്ക് കുടിക്കുക അഷ്ടമി, ഇങ്ങനൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴേക്കും പറ്റി ഞാൻ അങ്ങ് കുടിച്ചു. ഇത് ഒന്നല്ല, എനിക്ക് തോന്നുന്നു 10 ദിവസമോ 7 ദിവസമോ എന്തോ ഈ സാധനം ഞാൻ കുടിക്കേണ്ടി വന്നു ഡെയിലി. ഇത് അന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറഞ്ഞപ്പോഴേക്കും ഞാൻ വലിയ വീരവാദമായിരുന്നു. പിന്നെ എന്നെ കൊണ്ടൊന്നും കുടിപ്പിക്കുകയൊന്നും ഇല്ല, ഞാൻ കുടിക്കാനൊന്നും നിൽക്കില്ല എന്നൊക്കെ. പക്ഷെ അവസാനം ഞാനത് കുടിക്കേണ്ടി വന്നു. പിന്നെ അപ്പൊ ഉണ്ടായ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു മറ്റേ റിലേറ്റീവ്സിനൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും എന്റെ സ്കൂളിൽ ഒരാഴ്ചയോ അല്ല 10 ദിവസം ഞാൻ പോയിട്ടില്ല. സ്കൂളിൽ എന്താ പനിയാണെന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. അന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ബോയ്സ് ഒക്കെ നമ്മളോട് വന്നിട്ട് ഇപ്പൊ ലീവ് എടുത്ത് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയായിരുന്നു തലവേദന ആയതുകൊണ്ടാണ്, പനി ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അന്നിങ്ങനെ കള്ളം പറഞ്ഞിരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഉള്ള കാര്യം പറഞ്ഞാൽ പോരെ. പക്ഷെ അന്ന് എല്ലാവരും മറ്റേ തലവേദനയാണ്, പനിയാണ് അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞത്. അപ്പൊ അമ്മയെ വിളിച്ചിട്ട് എനിക്ക് പനി ആയതുകൊണ്ട് ഒരാഴ്ച ലീവ് എടുക്കുവാണെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞത്. അപ്പൊ ഈ റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞില്ല. അപ്പൊ പിറ്റേ ദിവസമായിട്ട് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ വരുമ്പോ അവരിങ്ങനെ കുറെ പലഹാരമൊക്കെ കൊണ്ടുവരും. മറ്റേ അച്ചപ്പം, കൊള്ളപ്പം, നെയ്യപ്പം, ഉണ്ണിയപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെയായിരുന്നു ആ ഒരു 1 വീക്ക് പോയത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബോറടിയായിരുന്നു വീട്ടില്. കാരണം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പീരീഡ്സ് ആകുമ്പോൾ താഴെ കിടന്നുറങ്ങണം, ഹോളിൽ അവിടെ ഇവിടെ സോഫയിലൊന്നും പോയി ഇരിക്കാൻ പാടില്ല, ഒരു ചെയർ ഇട്ട് ഒരിടത്ത് മാത്രം ഇരിക്കണം എന്ന്. അപ്പൊ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും കുളിക്കാനും പറയും, രാവിലെ ആകുമ്പോൾ കുളിക്കാൻ പറയും. എനിക്കാണെങ്കിൽ രാവിലെ കുളിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് രാവിലെ കുളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ മിക്കവരും എന്നെ അടിക്കാൻ വരും. പണ്ട് തൊട്ടേ ഞാൻ രാത്രിയിലാണ് കുളിക്കാറുള്ളൂ. അപ്പൊ എനിക്ക് ഇന്ന് രാത്രിയിലെ കുളിക്കാൻ പറ്റും. അപ്പൊ ഈ പീരീഡ്സ് ആകുമ്പോൾ ഇന്ന് രാവിലെ കുളിക്കാൻ പറയായിരുന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഞാൻ അവിടെ ഒരു സൈഡിൽ ഒരു ചെയർ ഇട്ടിട്ട് അവിടെ അങ്ങ് ഇരിക്കായിരുന്നു. എത്രയും വെച്ചിട്ടാണ് ഈ ഒരു ചെയർ തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വേറൊരു ചെയറോട് എടുത്തിട്ട് കാലൊക്കെ എടുത്ത് പൊക്കി വെച്ച് അവിടെ അങ്ങനെ ഇരുന്ന് ഫോണിലൊക്കെ കളിച്ചോണ്ടിരിക്കായിരുന്നു. ആരെങ്കിലുമൊക്കെ വരും, കുറച്ച് പലഹാരം കൊണ്ടുവരും, പിന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, അവർ പോവും, കാണും, തിരിച്ചു പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ, സോഫയിൽ ഇരിക്കുക, അതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. സത്യം പറഞ്ഞൊരു വല്ലാത്തൊരു ജീവിതമായിരുന്നു. ഏറ്റവും വലിയ വിഷമം രാവിലെ കുളിക്കാന്നുള്ളതായിരുന്നു. അതുപോലെ ഇനി വരുന്ന ആളുകൾ ഓരോ സാധനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ തോന്നില്ല ആ സമയത്ത്. എല്ലാരും കഴിക്കാന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് എന്തായാലും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. എനിക്ക് പെയിൻ ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത് പീരീഡ്സ് ആയതിന്റെ. പക്ഷെ നടക്കുന്ന സമയം ഉണ്ടല്ലോ, നമ്മൾ നടക്കുമ്പോൾ എനിക്ക് ബ്ലീഡ് ചെയ്യുന്നത് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഇറിറ്റേഷൻ ആണ് നമുക്കത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ബോഡിയും പിന്നെ മൊത്തത്തിലൊരു നമുക്കൊരു മാറ്റമൊക്കെ സംഭവിക്കുമല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണമാവണം എനിക്കൊന്നും കഴിക്കാനൊന്നും തോന്നില്ലായിരുന്നു. എനിക്കൊന്നും അതൊക്കെ എന്റെ വീട്ടിലുള്ളവരൊക്കെ ആയിരിക്കും കഴിച്ചത്. കൊച്ചിന്റെ പീരീഡ്സ് ആയെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് സാധനം എല്ലാം കൊണ്ടുവന്നിട്ട് വീട്ടുകാരെ കുത്തിയിരുന്നു
ഇത് കഴിക്കതല്ല. പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു, കുളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു മഞ്ഞൾ തേച്ച് കുളിക്കണം എന്ന്. അത് എന്തിനാ അങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കായിരുന്നു മഞ്ഞളോ എന്തിന്, ഇത്ര നാൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ മഞ്ഞൾ തേച്ച് കുളിക്കാനായിട്ട്, പെട്ടെന്ന് എന്താണ് ഇത്ര സ്നേഹം എന്നൊക്കെ. അങ്ങനെ ഈ 10 ഡേയ്സും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങി. സ്കൂളിൽ ചെന്നപ്പോ ഞാൻ പറഞ്ഞതുപോലെ പനിയാണെന്നും കണ്ടാണ് പറഞ്ഞു തന്ന അമ്മ. പക്ഷെ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീരീഡ്സ് ആയതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാലോ. കാരണം നേരത്തെ എനിക്ക് പീരീഡ്സ് ആവാത്തതുകൊണ്ട് തന്നെ അവർ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ എനിക്കായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ എനിക്കൊരു മണ്ടൻ ചിന്താഗതി ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ബ്ലഡ് വരിക എന്ന് പറയുമ്പോൾ, ഇപ്പൊ കൈ മുറിഞ്ഞിട്ട് ബ്ലഡ് വരുമ്പോൾ നമുക്ക് മുറിയുന്ന അവിടുന്ന് വേദന എടുക്കില്ലേ, അതേ സാധനമായിരുന്നു ഞാൻ അവിടെയും ചിന്തിച്ചത്. അപ്പൊ നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ ബ്ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് പെയിൻ വരും. അതായിരുന്നു എന്റെ ഒരു പൊട്ട ചിന്താഗതി. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് വിട്ടു പറഞ്ഞു പെയിൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവര് ചോദിച്ചു അല്ലെങ്കിലും അങ്ങനെ പെയിൻ ഒന്നും വരില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര നാൾ വിചാരിച്ചു വെച്ചിരുന്നേ നമ്മള് ബ്ലീഡ് ചെയ്യുമ്പോൾ പെയിൻ വരുന്ന. അവര് പറഞ്ഞു അങ്ങനെയല്ല പെയിൻ വരുന്നത്, നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവും, അതാണ് പെയിൻ എന്ന് ഉദ്ദേശിച്ചതെന്ന്. എനിക്ക് പക്ഷെ 9th 10th ഒന്നും പെയിൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് +1 നമ്മുടെ വീടിന് തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, മഹാദേവന്റെ അമ്പലമുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ വർഷവും ധനുമാസ തിരുവാതിര അവിടെ കളിക്കും. എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യാറുണ്ട്. അപ്പൊ ഈ തിരുവാതിരയുടെ ഡേറ്റ് നമ്മൾ നേരത്തെ അറിയുമല്ലോ. അപ്പൊ എനിക്ക് പീരീഡ്സ് ആവുന്ന സമയമായിരുന്നു അത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ വീട്ടിലൊക്കെ പറഞ്ഞപ്പോഴേക്കും അവര് പറഞ്ഞു മറ്റേ ടാബ്ലറ്റ് എടുക്കുക, ഡിലേ ആവാനായിട്ടുള്ള ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ടാബ്ലറ്റ് എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പീരീഡ്സ് ഒരുപാട് ലേറ്റ് ആയിട്ടുമാണ് വന്നതെന്ന് മാത്രമല്ല, അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ. അന്ന് തൊട്ട് മറ്റേ നരക വേദനയാണ് എനിക്ക്. ഒരു 4-5 ദിവസം ഇങ്ങനെ ബെഡിൽ തന്നെ കിടന്ന് കരച്ചിലും ഒക്കെയാണ്. പക്ഷെ ഞാൻ ആരോടും പറയാറൊന്നുമില്ല, അങ്ങനെ കാണിക്കാറുമില്ല. പക്ഷെ ബെഡിൽ തന്നെ കിടന്ന് എന്റെ റൂമിൽ തന്നെ കിടന്നങ്ങ് കരച്ചിലും ബഹളം ഒക്കെ ആയിരിക്കും. ആരും അറിയാറില്ല എന്ന് മാത്രം. അന്ന് ടാബ്ലറ്റ് എടുത്തതിന് ശേഷമാണ് എനിക്ക് പെയിൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോഴും ആ പെയിൻ എന്റെ കൂടെ തന്നെ ഇടാതെ കൂടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഒരു പീരീഡ്സ് ആയ ടൈമിൽ, ഫസ്റ്റ് ടൈം പീരീഡ്സ് ആയപ്പോ നടന്ന സംഭവങ്ങളൊക്കെ. അതുപോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടാണ്, എന്തിനാണ് നമുക്ക് പീരീഡ്സ് ആവുമ്പം ഈ പലഹാരങ്ങൾ കൊണ്ടുതരുന്നതെന്ന്. എന്റെ ഒരു ബുദ്ധിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡല്ലേ കഴിക്കേണ്ടത്. ഇപ്പൊ ഫ്രൂട്ട്സ്, നമ്മുടെ മാതള നാരങ്ങ പോലത്തെ സാധനങ്ങളൊക്കെ. പക്ഷേ എന്തിനാണ് ആളുകൾ ഈ എണ്ണയുള്ള മധുരമുള്ള സാധനങ്ങൾ കൊണ്ടുതരുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഓക്കെ, നമുക്ക് ആ ടൈമിൽ ക്രേവിങ്സ് ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മളുടെ ബോഡിക്ക് ആവശ്യം അതല്ലല്ലോ. എന്നാ പിന്നെ പച്ചമുട്ട തരുന്നത് ബോഡി എന്തോ ക്ലെൻസ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ തരുന്നത്. അങ്ങനെ എന്തോ അമ്മൂമ്മ പറഞ്ഞെന്നാണ് എന്റെ ഒരു ഓർമ്മ. എനിക്കറിയില്ല ഇതിന്റെ പുറകിൽ വേറെ വല്ല റീസൺ ഉണ്ടോന്ന്. അപ്പം നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അത് കാരണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയണേ. പിന്നെ പറയാനുള്ളത് ഈ ഫസ്റ്റ് പീരീഡ്സ് കഴിഞ്ഞിട്ട് നടന്ന സംഭവങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ താഴെ കിടക്കണം എന്നുണ്ട്, സോഫയിൽ അവിടെ എവിടെയൊന്നും പോയി ഇരിക്കാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും വീട്ടിലുണ്ടോന്ന് അറിയില്ല, എന്നാലും എന്റെ വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ പണ്ട് തൊട്ടേ, അതായത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തൊട്ടേ കാണുന്നതാണ് പീരീഡ്സ് ആവുമ്പോൾ അമ്മ താഴെ കിടക്കുന്ന ഒരു സാധനം. അത്രയും ചെറിയ പ്രായത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അത് തെറ്റാണ്. അതായത് നമ്മള് പീരീഡ്സ് ആണെന്നും പറഞ്ഞ് താഴെ കിടക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആ ഒരു പ്രായത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ പണ്ടൊക്കെ അമ്മ താഴെ കിടക്കുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ പോയി താഴെ കിടക്കായിരുന്നു. എന്നിട്ട് അമ്മ രാവിലെ എഴുന്നേറ്റ് കുളിക്കും. പക്ഷെ അപ്പൊ അമ്മമ്മ പറയും ഞാനും കുളിക്കണം എന്ന്. ഞാൻ കുളിക്കൊന്നും ചെയ്യില്ലായിരുന്നു, ഞാൻ അവിടെ എല്ലാം ഇറങ്ങി നടക്കായിരുന്നു. മറ്റേ എനിക്കിതില് ലോജിക്കൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു, അത് ചെറിയ പ്രായത്തിൽ. അപ്പൊ എനിക്ക് പീരീഡ്സ് ആയപ്പോഴേക്കും എന്നോട് പറഞ്ഞു താഴെ കിടക്കാൻ. അപ്പൊ ഫസ്റ്റ് പീരീഡ്സ് ആയ ടൈമിൽ അന്നൊരു എനിക്ക് തോന്നുന്നു 10 days ഉണ്ടായിരുന്നു തോന്നുന്നു ഈ ബ്ലീഡിങ് ഫ്ലോ ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ ഞാൻ താഴെ തന്നെ കിടന്നു. നെക്സ്റ്റ് മന്ത് താഴെ 1-2 ദിവസം കിടന്നപ്പോഴേക്കും എന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ ബുദ്ധി വന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തിന് ഞാൻ താഴെ കിടക്കണം, താഴെ കിടക്കേണ്ട ആവശ്യം എന്താണ്, അതിന്റെ പുറകിലുള്ള റീസൺ എന്താണെന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് അമ്മ എടുത്തു പറഞ്ഞു, അമ്മ നാളെ തൊട്ട് എനിക്ക് താഴെ കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ അമ്മ പറഞ്ഞു അതെന്താ പറ്റാത്തത്, നമ്മളൊക്കെ ഇത്ര നാള് അത് തന്നെയാണല്ലോ പ്രാക്ടീസ് ചെയ്ത്, അത് തന്നെ ഫോളോ ചെയ്തിട്ട് വന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, നിങ്ങൾ താഴെ കിടക്കുകയോ മുകളിൽ കിടക്കുകയോ എന്താന്ന് വെച്ച് ചെയ്തോ, ഞാൻ എന്തുകൊണ്ട് താഴെ കിടക്കില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റീസൺ നിങ്ങൾ പറയും. പക്ഷെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ അവര് സമ്മതിക്കത്തില്ല. കാരണം അമ്മയാണെന്നുണ്ടെങ്കിലും ഇതേ സാധനം തന്നെയാണ് ചെറുപ്പം തൊട്ടേ ഫോളോ ചെയ്ത് വന്നത്. അപ്പൊ അമ്മ അത് തന്നെ എന്നോട് പറയുന്നു. അമ്മ എടുത്ത് അമ്മൂമ്മയാണ് ഇത് പറഞ്ഞു കൊടുത്തത്. അപ്പൊ നമുക്ക് അമ്മൂമ്മയെ സത്യം പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അമ്മൂമ്മയുടെ അമ്മയായിരിക്കും ചിലപ്പോൾ അമ്മൂമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അമ്മൂമ്മയാണ് അമ്മൂമ്മയുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അമ്മ അത് എനിക്ക് പറഞ്ഞു തരുന്നു. ഞാൻ പക്ഷെ ഇതേ സാധനം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയിൻ പോലെ പോകും. എന്റെ അടുത്ത ജനറേഷൻ, അടുത്ത ജനറേഷൻ എല്ലാവരും ഇതേ സാധനം ഫോളോ ചെയ്ത് പോകും. അപ്പം ആരെങ്കിലും ഒരാൾ അവിടെ ഒരു ആക്ഷൻ എടുത്താൽ മാത്രമേ ഇത് നിൽക്കൂ. ആ ആക്ഷൻ എടുത്തത് ഈ പുള്ളിക്കാരിയായിരുന്നു. ഞാനപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എന്നോട് ഇങ്ങനെ താഴെ കിടക്കാനൊക്കെയാണ് പറയുന്നത്, ഒന്നാമത് എനിക്ക് വയ്യ, അതിന്റെ കൂടെ താഴെ എങ്ങനെ കിടക്കുക. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്റെ മോളെടുത്ത് ആരെ താഴെ കിടക്കാൻ പറഞ്ഞത്, അവളുടെ വീട്ടിൽ അവള് ബെഡിൽ തന്നെ കിടക്കും, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളടത്ത് കിടക്കും, അവളുടെ അടുത്തെങ്ങാണ് ഇനി ആരെങ്കിലും താഴെ കിടക്കാൻ പറഞ്ഞാലാണെന്ന്. അത് കേട്ടപ്പോ എനിക്കിങ്ങനെ മറ്റേ രോമാഞ്ചൊക്കെ, ഓ എന്റെ അച്ഛൻ
അങ്ങനെ അപ്പൊ ഞാൻ പോയിട്ട് എല്ലാവരോടും പറയാൻ തുടങ്ങി, എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ബെഡിൽ തന്നെ കിടന്നാൽ മതിയെന്ന്, ഇനി ആരെങ്കിലും പറഞ്ഞിട്ട് വാ ഞാൻ താഴെ കിടക്കാനായിട്ട്, ഞാൻ അച്ഛനെ വിളിച്ച് പറയുന്നൊക്കെ. അതിനുശേഷം എന്നോട് ആരും പറഞ്ഞിട്ടില്ല താഴെ കിടക്കാൻ. അതുപോലെ തന്നെയായിരുന്നു ഈ സോഫയിൽ നമ്മൾ അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ. അതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമിൽ എല്ലാവരും അവിടെ ഹോളിൽ ഇരുന്ന് ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അമ്മ മാത്രം ഒറ്റയ്ക്ക് കിച്ചണിൽ നിൽക്കായിരിക്കും, അല്ലെങ്കിൽ ഹോളിൽ തന്നെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ മാറി നിന്നിട്ട് വേണം അമ്മയ്ക്ക് സംസാരിക്കാനായിട്ട്. കാരണം എന്താണ്, സോഫയിലൊന്നും വന്നിരിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് വിഷമം വരും. കാരണം എല്ലാവരും ഹോളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അമ്മ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. അന്ന് തൊട്ടേ കാണുന്ന ഒരു സാധനമായിരുന്നു അത്. ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരാളെ മാത്രം ഇങ്ങനെ മാറ്റി നിർത്തുക ഈ ഒരു കാര്യത്തിന്റെ പേരിൽ, ബാക്കി എല്ലാവരും അവിടെ എൻജോയ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ. അപ്പൊ എന്നോട് ഇത് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നടക്കത്തില്ല. വേറൊരാളുടെ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ ആ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിപ്പോ നമ്മൾ അതേ രീതിയിൽ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ വേറൊരാളുടെ വീട്ടിൽ പോകാണല്ലോ. പക്ഷെ ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാലോ. അങ്ങനെ ആ ഒരു സാധനവും ഞാൻ വീട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഭയങ്കര സിമ്പിൾ ആണെന്ന്, ഇങ്ങനെ വീട്ടുകാർ പറയുമ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. പക്ഷെ അതൊക്കെ കുറച്ച് പാടായിരുന്നു. കാരണം കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു. ഇങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു വഴിക്ക് വരാനായിട്ട് നല്ല പാടായിരുന്നു. അത് എന്റെ വീട്ടിൽ വേറെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാനായിട്ട് എന്നെ പോയി ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇവിടെ കുറച്ച് ഇരുട്ടി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ റൂമിൽ ലൈറ്റ് ഇടട്ടെ. ലൈറ്റ് ഇട്ടപ്പോ എന്താ പോലെ ഇതിലും മകി നേരത്തെ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഓരോരോ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് വീട്ടുകാരിടുന്ന പേരാണ് അഹങ്കാരി, തർക്കുത്തരം പറച്ചിലക്കാരി. പിന്നെ ഉണ്ട്, വേറെ കുറെ ഉണ്ട്. അതുപോലെ ഈ പിരിച്ചെന്നുള്ള ഒരു വാക്കും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ മറ്റേ സീക്രട്ട് പോലെ ആയിരുന്നു കൊണ്ടു നടന്നത്. അതിലും എനിക്ക് വലിയ യോജിപ്പില്ലായിരുന്നു. കാരണം നോർമലായിട്ടുള്ള ഈ കാര്യം നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആരോടും പറയരുത്, ആരും കേൾക്കരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കും തോന്നുന്നത് ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവും. ഇതുപോലെ താഴെ കിടക്കുന്ന പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൊന്ന് പറയണേ. നമ്മൾ കേട്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കേൾക്കാനാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ പല കാര്യങ്ങളും വലിയ ലോജിക് ഇല്ലാത്ത സംഭവങ്ങളാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞ് നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയിട്ട് അത് മാറ്റാൻ നോക്കണം. കാര്യം നമ്മൾ 80s അല്ല താമസിക്കുന്നത്, ഇപ്പൊ 2026 ആണ്. ഇപ്പോഴെങ്കിലും പല കാര്യങ്ങളും മാറണം. അല്ലെങ്കിൽ നമ്മളുടെ അങ്ങോട്ടുള്ള ജനറേഷൻസ് എല്ലാം ഇത് ഫോളോ ചെയ്യേണ്ടി വരും. അമ്മൂമ്മയുടെ അമ്മ പറഞ്ഞു കൊടുത്തത് അമ്മൂമ്മ ഫോളോ ചെയ്തു, അമ്മൂമ്മ അത് അമ്മൂമ്മയുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, അവരത് ഫോളോ ചെയ്തു. എന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തന്നു, ഞാനത് അനുസരിച്ചില്ല. ഞാനത് അനുസരിച്ചായിരുന്നെങ്കിൽ എന്റെ പിള്ളേർക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് അവരവരുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവസാനം അവരെന്നെ ചീത്ത വിളിച്ചേനെ. അവരവരുടെ ഫ്രണ്ട്സിനോട് പോയി പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അമ്മമ്മയുണ്ട്, ആ പെണ്ണുമ്പുള്ള ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെയാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ. വെറുതെ എന്തിനാണ്. പിന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പാഡ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരുമ്പോഴേക്കും എല്ലാരും ന്യൂസ് പേപ്പറിൽ കവർ ചെയ്ത് വേറൊരു കവറിലിട്ട് ഒരു ബോംബ് കൊണ്ടുവരുന്ന പോലെയാണ് കൊണ്ടുവരുന്നത്. ആരും കാണരുത്. നമ്മൾ വഴി കൂടി നടന്നു വരുമ്പോ ആരും അറിയാൻ പാടില്ല നമ്മുടെ കയ്യിൽ ഇതായിരിക്കുന്നതെന്ന്. അങ്ങനെയാണ് എല്ലാവരും കാണുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പല സ്റ്റോറീസും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇത് ഞാൻ പീരീഡ്സ് ആയ ടൈമിൽ നടന്ന കഥകളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കുറച്ചുകൂടി അടിപൊളിയാണ്. അതുപോലെ തന്നെ അവരുടെ പേരൻസും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വഴിയില്ല. വഴി ഉണ്ടെങ്കിലും തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് റിയാക്ട് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പല പല കാര്യങ്ങളും ഞാൻ കൊണ്ടുവന്ന ചേഞ്ചസ് ആണ് എന്റെ വീട്ടിൽ. അത് എനിക്കൊരു നേട്ടമായിട്ട് തോന്നിയതിനെക്കാട്ടിലും ശരിക്കും ഒരു അച്ചീവ്മെന്റ് പോലെ തോന്നിയത് എപ്പോഴാണെന്നറിയോ, എന്റെ വീട്ടിൽ അമ്മ മാറി തുടങ്ങിയപ്പോ. അമ്മ പണ്ട് അമ്മയെ പറഞ്ഞ് ശീലിപ്പിച്ച അല്ലെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമായിരുന്നു അമ്മ ഫോളോ ചെയ്തത്. അമ്മ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് നടുവേദന ഉള്ളപ്പോ പോലും അമ്മ താഴെ പോയി ഇങ്ങനെ കിടക്കുക, തണുപ്പത്ത് കിടക്കുക. അതൊക്കെ എന്ത് ക്രൂരതയാണ് സത്യം പറഞ്ഞ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം കൊണ്ടുവന്നത് കൊണ്ട് അതൊക്കെ കണ്ടിട്ട് അമ്മ അത് തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പണ്ടമ്മ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ആക്ച്വലി പൊട്ടത്തരങ്ങളായിരുന്നു. മാറണം എന്നുള്ളൊരു സാധനം അമ്മയ്ക്ക് തോന്നിയിട്ട് ഇപ്പൊ അമ്മ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ട് ഇപ്പൊ അമ്മയെല്ലാം ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് ചിന്തിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് പോലെ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് അമ്മയ്ക്ക് വന്നൊരു മാറ്റത്തില്. അപ്പൊ എന്റെ പീരീഡ്സിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിപ്പോ കേൾക്കുമ്പോൾ ചിലർക്ക് താഴെ കിടക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും എല്ലാവർക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ശരിക്കും ഉള്ള എന്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ഇത് കുറച്ചുകൂടെ ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നാലും ഇത് ബോയ്സ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളും കണ്ടോ, നിങ്ങളും അറിഞ്ഞിരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ പീരീഡ്സിന്റെ പെയിൻ തീരെയില്ലാത്തവരുണ്ടാവും, ഭയങ്കര പെയിൻ ഉള്ളവരുണ്ടാവും. എന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ആ ഭയങ്കര പെയിൻ ഉള്ള ആ ഒരു കൂട്ടത്തിൽ വരുന്നതാണ്. പക്ഷെ പെയിൻ ഇല്ലാത്തവര് ചിന്തിക്കരുത് ബാക്കിയുള്ളവരും എല്ലാവർക്കും അതുപോലെ തന്നെയാണ്, ആർക്കും പെയിൻ ഇല്ലാന്ന് ചിന്തിക്കരുത്. പെയിൻ ഉള്ളവരും ഉണ്ടാവാം, ഇല്ലാത്തവരും ഉണ്ടാവാം. അപ്പൊ വേറൊരാള് പീരീഡ്സ് ആകുമ്പോൾ വയ്യാന്ന് പറയുമ്പോൾ യോ പിന്നെ നമുക്കും പീരീഡ്സ് ഒക്കെ ആവുമല്ലോ, നമുക്ക് പെയിൻ ഒന്നും ഇല്ലല്ലോ, അങ്ങനൊന്നും പറയരുത്. കാരണം അവരുടെ സിറ്റുവേഷൻ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇതായിരുന്നു എന്റെ കുഞ്ഞ് ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഇത് സ്റ്റോറി കേട്ടിട്ട് എന്ത് തോന്നുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എന്ത് തോന്നുകയാണെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിലും രണ്ടും കമന്റ് ചെയ്യുക. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ബൈ.